ഇതാണ് കേട്ടോ നമ്മുടെ മിഡിയുടെ ബാക്ക് പോർഷൻ വരുന്നത്. ബാക്ക് പോർഷനിൽ ഇതാ എലാസ്റ്റിക് വന്നിട്ടുണ്ട്. കറക്റ്റ് ബോഡി ഫിറ്റ് ആയിട്ടാണ് കേട്ടോ ഡ്രസ്സ് വരിക. ഞാനത് ചെറിയൊരു കട്ട് പീസ് നിന്നാണ് കേട്ടോ ചെയ്തെടുത്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹായ് ഓൾ, ഈ ഒരു ക്ലോത്ത് ഓർമ്മയുണ്ടോ? അന്ന് സിസ്റ്റർ വന്നപ്പോൾ ഒരു പൊതിയൊക്കെ കൊണ്ടുവന്നല്ലോ. അതിലുണ്ടായിരുന്ന ഒരു കട്ട് പീസിൽ പെട്ടൊരു ക്ലോത്ത് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നീളമുണ്ട്, പക്ഷേ വീതി കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് ഒരു ചെറിയ സ്കേർട്ട് അടിക്കാമെന്ന്. അതായത് ഫ്രണ്ട് ബാൻഡും ബാക്ക് എലാസ്റ്റിക്കും വരുന്ന രീതിക്കുള്ളൊരു സ്കേർട്ട്. ഇവിടെ ഞാൻ ക്ലോത്തിനെ രണ്ടാക്കി മടക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പുത്രിയുടെ അരവണ്ണം വരുന്നത് 20 ആണ്. അപ്പോൾ ഞാനിതാ ഈ ഒരു ഫസ്റ്റത്തെ ലെയർ 10 ആണ് കേട്ടോ എടുത്തത്. തയ്യൽ തുമ്പും കൂടി എക്സ്ട്രാ 11 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്രണ്ട് പോർഷനാണ് വരുന്നത് കേട്ടോ. ഈ ഭാഗത്താണ് നമ്മൾ ബാൻഡ് വെക്കാൻ പോകുന്നത്. ബാക്കാണ് ഇത്. അപ്പോൾ ബാക്ക് ഞാൻ ഈ 10നേക്കാൾ കുറച്ചും കൂടെ ഒന്ന് എക്സ്ട്രാ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഒരു 13 നമുക്ക് അടിച്ചിട്ട് വരണം. 13 നമുക്ക് അടിച്ചിട്ട് വരണം. അപ്പോൾ ഒരു 14 എടുക്കുക. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടിയിട്ട് 14 എടുക്കുക. അപ്പോൾ ഇവിടെയും കട്ട് ചെയ്യണം, അതുപോലെ ഇവിടെയും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സൈഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡും കൂടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഞാൻ എൻ്റെ രീതിക്കാണ് കേട്ടോ അടിക്കുന്നത്. പ്രൊഫഷണലായിട്ട് അടിക്കുന്നവരെ കണ്ടാൽ ചിലപ്പോൾ കട്ടൽ കൊണ്ട് അടിച്ചെന്നൊക്കെ വരും കേട്ടോ. കാരണം ഇത് ഞാൻ എൻ്റെ രീതിക്കാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ ഇത് വന്നിട്ട് നമ്മുടെ ഫ്രണ്ട് പോർഷനും ഇത് നമ്മുടെ ബാക്ക് പോർഷനും ആണ് കേട്ടോ. ബാക്ക് കുറച്ച് ഏറെയുണ്ട്, കാരണം ഇത് ഇലാസ്റ്റിക് വെക്കുമ്പോൾ കുറച്ചൊന്ന് ചുരുങ്ങി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് എക്സ്ട്രാ എടുത്തത്. നമുക്ക് 2 രീതിക്കും ചെയ്യാം കേട്ടോ. അതായത് 2 പോർഷനും ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒരേ ലെവലിൽ എടുത്തിട്ടും ചെയ്യട്ടോ. ഇലാസ്റ്റിക് വെച്ച് കൊടുത്താൽ മതി, ആ ഒരു മാറ്റം തന്നെ ഉള്ളൂ കേട്ടോ. പക്ഷെ ഞാനിതൊന്ന് കുറച്ചൊരു ഫോർമൽ ആയിക്കോട്ടെ, കുറച്ചൊരു ബോഡി ഫിറ്റ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. ഇനി നമുക്കിവിടെ ഒന്ന് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം. ജസ്റ്റ് നമുക്കിതാ ഇതുപോലെ ഒന്ന് ബാൻഡ് പോലെ മടക്കിയെടുക്കാം. ഇതിൻ്റെ താഴെ കൂടെ ഒരു അടി കൊടുക്കുക, അതുപോലെ തന്നെ മുകളിൽ കൂടെ ഒരു അടി കൊടുക്കാം. ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തും ഫസ്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ശേഷമാണ് ജസ്റ്റ് നമ്മൾ മടക്കി കൊടുക്കേണ്ടത്. ഇവിടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, അതുപോലെ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആ കുട്ടിയുടെ അളവിൻ്റെ ഒരു 2-3 ഇഞ്ച് കുറച്ചെടുത്താൽ മതി കേട്ടോ. ഇലാസ്റ്റിക് അരവണ്ണത്തിൻ്റെ 2-3 ഇഞ്ച് ഒന്ന് കുറച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക്കും ക്ലോത്തും തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇലാസ്റ്റിക്കിലും തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം കേട്ടോ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. ശേഷം ഇതിൻ്റെ എൻഡ് ഭാഗത്തൊന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ 2 ഭാഗവും അറ്റാച്ച് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ 2 ഭാഗവും ആദ്യം തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം ഈ സൈഡ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇത് നമ്മൾ 2 ഭാഗവും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടോ. ഇനി നമുക്കിതൊന്ന് മടക്കി അടിച്ചു കൊടുക്കണേ. ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് മടക്കി എടുത്തതിന് ശേഷം കുറച്ച് തയ്യൽ തുമ്പ് വേണം കേട്ടോ. തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എലാസ്റ്റിക്കിൽ കൊള്ളാതെ സൂക്ഷിക്കുകയും വേണം കേട്ടോ. കാരണം എലാസ്റ്റിക് മേലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ വലിഞ്ഞു കിട്ടില്ല. വലിയാണ്ട് നമ്മൾ ടൈറ്റായിട്ട് തന്നെ നിൽക്കൂട്ടോ. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം, എലാസ്റ്റിക്കിൽ തട്ടാതെ വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഈ ബാക്ക് പോർഷനിൽ ടൈറ്റായി വരുമ്പോൾ നമ്മൾക്ക് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ അങ്ങനെ വലിച്ചു പിടിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്ക് പോർഷൻ റെഡി ആയിട്ടുണ്ട്. നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ ഒന്ന് ഇതിന്മേൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് നമുക്ക് ബാൻഡാണല്ലോ. അപ്പോൾ കുറച്ചൊരു വീതിക്ക് ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കട്ടെ. ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് തയ്ച്ചെടുക്കാം. ഇനി നമുക്കിതാ ഈ ഒരു ബാൻഡിൻ്റെ സൈഡിൽ കൂടെ ഈ തുമ്പിൽ കൂടെ നമുക്കൊന്ന് ഒന്നുകൂടെ സ്റ്റിച്ച് ഞാൻ ഈ തുമ്പിൽ കൂടിയും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം എന്നാലും ഇത് നല്ല വൃത്തിക്ക് പെർഫെക്ഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല കട്ടിയായിട്ട് നിൽക്കാൻ മടങ്ങാതെയൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. ഇപ്പോൾ 2 ഭാഗവും അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ, ഇത് ബാക്ക് പോർഷൻ. ഇപ്പോൾ ഫ്രണ്ട് പോർഷൻ കുറച്ച് വലുതായി,
ബാക്ക് പോർഷൻ ചെറുതായിട്ട്. അപ്പോൾ ഇനി ഇത് ഏകദേശം ഒരു സെൻറ്ററിലായിട്ടാണ് ഇട്ട് വെക്കേണ്ടത്. ഇവിടെ ഇത്രയും തയ്യൽ തുമ്പ് വേണം, ഇവിടെ ഇത്രയും തയ്യൽ തുമ്പ് വേണം. എന്നിട്ട് ഇതൊന്ന് സ്ട്രൈറ്റിലൊന്ന് അടിച്ചു കൊടുക്കട്ടെ. എൻ്റെ ഒരു മെത്തേഡിലാണ് ഇട്ട് അടിക്കുന്നത്. പ്രൊഫഷണലി ഇങ്ങനെ ആയിക്കോണമെന്നില്ല, അതുപോലെ എല്ലാവരും ഇങ്ങനെ ആയിക്കോണമെന്നില്ല ഇട്ട് അടിക്കൽ. ഞാൻ എൻ്റെ രീതിക്കാണ് ഞാൻ അടിക്കുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ മിഡിയുടെ ബാക്ക് പോർഷൻ വരുന്നത്. ബാക്ക് പോർഷന് എലാസ്റ്റിക് വന്നിട്ടുണ്ട്. കറക്റ്റ് ബോഡി ഫിറ്റ് ആയിട്ടാണ് കേട്ടോ ഡ്രസ്സ് വരിക. ഇതാണ് കേട്ടോ ഫ്രണ്ട് പോർഷൻ വരിക. കറക്റ്റ് ബോഡി ഫിറ്റാണ്. ഈ ബാൻഡിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ കട്ടിയായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, ക്യാൻവാസ് എന്തെങ്കിലുമൊക്കെ കൊടുക്കാട്ടെ. തൽക്കാലം ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. കറക്റ്റ് ബോഡി ഫിറ്റിൽ വരുന്ന ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു. ഈസിയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിത് ചെറിയൊരു കട്ട് പീസിൽ നിന്നാണ് കേട്ടോ ചെയ്തെടുത്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.